പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കാവേരിയെ കാണാൻ പോവാൻ റെഡി ആവുകയാണ് നിവിൻ. അപ്പോഴാണ് രാജേശ്വരി റൂമിലേക്ക് കയറി വന്ന നിവിനെ ജയപാലേട്ടൻ വിളിച്ചിരുന്നു എന്ന് പറയുന്നത്. ആ വിളിക്കട്ടെ എന്ന് നിവിനും. എന്താടാ നീ ഇങ്ങനെ? നീ ഞങ്ങൾക്ക് ഒറ്റ മകനാണെന്ന് ഓർക്കണം. നിന്റെ കല്യാണത്തിന് ഞങ്ങൾക്ക് ഇത്തിരി സന്തോഷം തടാ എന്നമ്മ പറയേ. എന്റെ കയ്യിലുള്ളതല്ലേ തരാൻ പറ്റൂ അമ്മേ എന്ന് നിവിനും. അപ്പോഴേക്കും അച്ഛനും അങ്ങോട്ട് വന്ന് പെട്ടെന്ന് റെഡിയാവ്, കുടുംബക്ഷേത്രത്തിലേക്ക് പോണം എന്ന് പറയേ. അടുത്തത് എന്ന് ദേഷ്യത്തോടെ അവനും പെറുപിറുക്കുകയും. കല്യാണത്തിന് മുമ്പ് കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴണമെന്ന് പറഞ്ഞില്ലേ? രാഗിണിയെയും കൊണ്ട് ജയപാലിനിറങ്ങി നമുക്കും പെട്ടെന്ന് ഇറങ്ങണം എന്നച്ഛൻ പറയേ. ഞാൻ വരുന്നില്ലെന്ന്, എനിക്ക് വേറെ പ്രോഗ്രാംസ് ഉണ്ട്. എന്തിനാ ഒരേ കാര്യം തന്നെ ഇങ്ങനെ ആവർത്തിച്ചു പറയുന്നത് എന്ന് നിവിനും ചോദിച്ചു. രാജേശ്വരിയും നിവിനെ ബന്ധുക്കളെല്ലാവരും വരും, നീ വന്നില്ലെങ്കിൽ അവരുടെ മുന്നിൽ നമ്മൾ നാണം കെടും എന്നോർമ്മിപ്പിക്കേ. നമ്മളല്ല, നിങ്ങള്. എന്റെ സമ്മതത്തോടെയല്ല നിങ്ങൾ ഈ കല്യാണം തീരുമാനിച്ചത്, അതുകൊണ്ട് എനിക്കിതിലൊരു പങ്കുമില്ല എന്ന് നിവിനും ഉറപ്പിച്ചു പറയുക. രാജേശ്വരിയും നിവിനെ, എന്തായാലും നീ നാളെ രാവിലെ രാഗിണിയുടെ കഴുത്തിൽ താലി കെട്ടിയേ പറ്റൂ എന്ന് രാജേശ്വരിയും താക്കീതോടെ പറയുന്നുണ്ട്. നാളെ ആരുടെ കഴുത്തിൽ താലി കെട്ടുമെന്നാ? ഞാൻ രാഗിണിയെ. അതിലും ഭേദം ഞാൻ ഏതെങ്കിലും പോത്തിയെയോ എരുമയോ കഴുത്തിൽ കയറും കെട്ടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരുന്നതാ. കല്യാണം നടക്കുമെന്ന് വിചാരിച്ചിരിക്കുകയാണല്ലേ ഇപ്പോഴും രണ്ടാളും. കഷ്ടം തന്നെ എന്നവൻ പുച്ഛത്തോടെ പറയുന്നുണ്ട്. അത് കേട്ട് രാജേശ്വരിയും, മോനെ നമ്മുടെ അന്തസ്സും അഭിമാനവും ഒക്കെ എന്ന് രാജേശ്വരി പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും തേങ്ങാക്കൊല. നിങ്ങൾ നിങ്ങളുടെ അന്തസ്സും അഭിമാനവും ഒക്കെ കെട്ടിപ്പിടിച്ചങ്ങിരുന്നു. അതിനുള്ളിൽ കിടന്ന് ചിതലരിക്കാനൊന്നും എനിക്ക് വയ്യ. മൈ ലൈഫ് മൈ ഡിസിഷൻ. എന്റെ ജീവിതം ഞാൻ തീരുമാനിക്കും. ആരെ താലി കെട്ടണം, ആരോടൊപ്പം ജീവിക്കണം, എത്ര കുട്ടികൾ വേണം, ചിലപ്പോഴേ കല്യാണം കഴിക്കാതെയും ജീവിച്ചു എന്നിരിക്കും. അതൊക്കെ എന്റെ ഇഷ്ടം. അതിലൊന്നും തലയിടാൻ നിങ്ങൾ വരണ്ട എന്ന് നിവിൻ പറയുന്നു. അത് കേട്ട് ദേഷ്യത്തോടെ സത്യട്ടാ ഇവൻ എന്ന് പറഞ്ഞ് രാജേശ്വരി അവന് നേരെ ചെല്ലുന്നുണ്ടെങ്കിലും സത്യൻ അവരെ പിടിച്ചുവെച്ച്, കൂൾ രാജി, ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം, നീ താഴേക്ക് ചെല്ലെന്ന് പറഞ്ഞ് രാജേശ്വരി അവിടെ നിന്ന് പറഞ്ഞു വിടുകയാ. സത്യൻ നിവിന്റെ അരികിലേക്ക് ചെന്ന്, ഞാൻ ഛത്തീസ്ഗഡിലായിരുന്നത് കൊണ്ടായിരിക്കും അച്ഛന്റെ ഒരു മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ, അച്ഛന് മറ്റൊരു മുഖം കൂടിയുണ്ട് എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് അവന്റെ കൈ കവർന്നെടുത്ത്, എടാ പ്ലീസ് ഒന്നു വാടാ എന്ന് പറഞ്ഞ് കെഞ്ചു. അച്ഛന്റെ ഈ മുഖം നീ കണ്ടിട്ടില്ലല്ലോ എന്ന് ചിരിയോടെ ചോദിക്കുന്നുണ്ട്. ഒന്ന് നിർത്തച്ഛ, എന്തൊരു ശല്യം ഇത്. ഒരാൾ കിടന്ന് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു, പിന്നെ ഒരാൾ വന്ന് കോമഡി പറയുന്നു. അല്ല, എന്താ നിങ്ങളുടെയൊക്കെ ഉദ്ദേശം? അഭിനയമാണെങ്കിലേ അതെങ്കിലും നന്നായിട്ട് അഭിനയിക്കണം അച്ഛാ. ഞാൻ ഇവിടെ നിന്നാലല്ലേ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരത്തുള്ളൂ, ഞാൻ പോയി തന്നേക്കാം എന്ന് പറഞ്ഞ് നിവിനോട് ഇറങ്ങി പോവുകയാണ്. റൂമിലെത്തിയ രാജേശ്വരിയും സ്ലീപ്പിംഗ് പിൽസിന്റെ ബോട്ടിലെടുത്ത് നിവിൻ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഓർത്തെടുക്കുക. കല്യാണം നടക്കുമെന്ന് വിചാരിച്ചിരിക്കുകയാണല്ലേ ഇപ്പോഴും രണ്ടാളും. കഷ്ടം തന്നെ. മൈ ലൈഫ് മൈ ഡിസിഷൻ. എന്റെ ജീവിതം ഞാൻ തീരുമാനിക്കും എന്നൊക്കെ നിവിൻ പറയുന്നതൊക്കെ രാജേശ്വരി കൈ നിറയെ സ്ലീപ്പിംഗ് പിൽസ് എടുത്ത് കഴിക്കുക. നിവിൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴേക്കും മയക്കത്തോടെ രാജേശ്വരിയും കട്ടിലേക്ക് വീഴുകയാ. പിന്നീട് നിവിൻ പറഞ്ഞ സ്ഥലത്ത് വെയിറ്റ് ചെയ്യുന്ന കാവേരിയുടെ അരികിലേക്ക് എത്തുകയാ. നിവിൻ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കാവേരിയെ കണ്ട് ബൈക്കിൽ ഇറങ്ങി, സോറി കാവേരി, സോറി, കുറെ നേരമായി വന്നിട്ട് എന്നവൻ ചോദിക്കും. ഞാൻ വന്നിട്ട് ഒരു 5 മിനിറ്റ് ആയുള്ളൂ എന്ന് കാവേരി. കാത്തു നിർത്താൻ പാടില്ലായിരുന്നു കാവേരി, വൺസ് അഗൈൻ സോറി കാവേരി എന്ന് നിവിൻ പറയുന്നു. ഇറ്റ്സ് ഓക്കെ നിവിൻ, നമ്മുടെ ഇടയിൽ എന്തിനാ വെറുതെ ഒരു ഫോർമാലിറ്റി? എനിക്ക് വേണ്ടി എന്തെല്ലാം റിസ്ക് എടുത്തിട്ടുണ്ട് നിവിൻ. പോരെങ്കിൽ നിവിൻ ഇപ്പോ കല്യാണത്തിന്റെ തിരക്കിലല്ലേ, എനിക്കായിട്ട് കുറച്ച് സമയം കണ്ടെത്തുന്നത് തന്നെ വലിയ കാര്യമെന്ന് കാവേരി പറയുന്നു. നിവിനും ടെൻഷനോടെ, കാവേരി എന്നെ വേദനിപ്പിച്ച് രസിക്കുകയാണോ എന്ന് ചോദിക്കുക. വേദനിപ്പിക്കാനോ? മനസ്സിലായില്ല എന്ന് കാവേരി നാളെ ട്രിവാൻഡ്രത്തേക്ക് പോവാണല്ലോ എന്ന് നിവിൻ ചോദിക്കേ. ഞാൻ മാത്രമല്ല, വീട്ടുകാർ മുഴുവൻ നിളയുടെ ഓപ്പറേഷന് വേണ്ടിയാ. അതിന് 1-2 പേര് അവിടെ താമസിക്കേണ്ടി വരും. എന്നാ പിന്നെ എല്ലാരും കൂടി അങ്ങോട്ട് താമസം മാറ്റാമെന്ന് കരുതി എന്ന് കാവേരി പറയുക. അങ്ങനെ പറിച്ചെറിഞ്ഞു പോകുന്ന ബന്ധങ്ങളെ കാവേരിക്ക് ഇവിടെയുള്ളോ എന്നവൻ ചോദിക്കേ. ഒരു ചിരിയോടെ കാവേരിയും, ഇവിടെ എന്താ ഉള്ളത്, വേദന തന്ന ചില ഓർമ്മകൾ മാത്രം എന്നവളും. അത് കേട്ട് നിവിനും ടെൻഷനോടെ, അപ്പോ ഞാനോ കാവേരി? ഞാൻ ഒറ്റയ്ക്കായി പോകുന്നത് കാവേരി കാണുന്നില്ലേ? എന്നോട് എന്തിനാ ഈ ക്രൂരത എന്നവൻ വിഷമത്തോടെ ചോദിക്കേ. എനിക്ക് മനസ്സിലാവുന്നില്ല നിവിൻ എന്ന് കാവേരിയും പറയുന്നുണ്ട്. നിവിൻ ടെൻഷനോടെ, കാവേരി എന്താ ഇങ്ങനെ? എല്ലാം കാവേരിക്ക് അറിവുള്ളതല്ലേ? രാഗിണിയുമായിട്ടുള്ള കല്യാണത്തിന്റെ പേരിലാണോ ഈ ശിക്ഷ? അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് ഞാൻ കാവേരിയോട് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ കാവേരി എന്നോട് ഇങ്ങനെ എന്ന് നിവിൻ ചോദിക്കുന്നവൾക്ക്, സത്യമായിട്ടും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിവിൻ. രാഗിണിയുമായിട്ടുള്ള കല്യാണം നടക്കാൻ പോകുന്നില്ലെന്നോ? ഞാൻ നിവിനെ എങ്ങനെ ശിക്ഷിക്കുമെന്ന് ഈ പറയുന്നത് എന്നവൾ അമ്പരപ്പോടെ ചോദിക്കുക. എങ്കിൽ ഞാൻ തന്നെ പറയാം. അടുപ്പമുള്ള ഹൃദയങ്ങൾ പരസ്പരം മനസ്സിലാക്കുമെന്ന് കരുതി ഇത്രയും നാള് ഞാൻ അത് നേരിട്ട് പറയാതിരുന്നത്. കാവേരി, ഐ എം ഇൻ ലവ് വിത്ത് യു എന്നവൻ പറയുന്നവൾക്ക് ഷോക്കായി നിൽക്കുകയാ കാവേരി. ഐ ലവ് യു കാവേരി, ഐ ലവ് യു ദ മോർ വെരി മച്ച്.
കാവേരി ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല എന്നവൻ കണ്ണു നിറഞ്ഞ സങ്കടത്തോടെ പറയുന്നുണ്ട്. രാജേശ്വരി റൂമിലെ ബെഡിൽ ബോധമറ്റ് കിടക്കുമ്പോഴാണ് സത്യൻ അങ്ങോട്ട് വന്നിരുന്നത്. ആഹാ, ഒരുങ്ങാൻ പറഞ്ഞിട്ട് ഇവിടെ വന്ന് കിടക്കാണോ? അവൻ വരുന്നില്ലെന്ന് കരുതി നമ്മളെന്തിനാ രാജി പോവാതിരിക്കുന്നത്? നമ്മുടെ കുടുംബക്ഷേത്രം നമുക്ക് ഇഷ്ടമുള്ളപ്പോ പോയി തൊഴാം. അതുപോലെ ഞാൻ വന്നതിന് ശേഷവും നമ്മൾ ഒരുമിച്ച് അവിടെ പോയിട്ടില്ല. അല്ലെങ്കിലും നമ്മൾ ഒരുമിച്ച് എവിടെയാ പോയിരിക്കുന്നത്? ഞാൻ ഛത്തീസ്ഗഡിലും, നീ ഇവിടെയും. രണ്ടാൾക്കും ബിസിനസിന്റെ തിരക്ക്, പണം ഉണ്ടാക്കാൻ. ഇതിന്റെ ഇടയിലെ ജീവിക്കാൻ മറന്നുപോയെന്നൊരു സംശയം. സാധാരണ മനുഷ്യർക്കുള്ള ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉള്ളവരായിരുന്നില്ലേ നമ്മളും? ആയിരുന്നു, അല്ലെങ്കിൽ അതെ. പക്ഷേ ആ തിരിച്ചറിവില്ലാതെ അകന്നു നിന്നപ്പോ കാലം എത്രയാ കടന്നുപോയത്. ഒരു സാധാരണ കുടുംബത്തിന് സന്തോഷമായിട്ട് കഴിയാൻ എന്താ വേണ്ടത്? ഓണത്തിനും വിഷുവിനും ഓരോ പുളിയിലക്കരമുണ്ട്. ആ ദിവസങ്ങളിലെ നിറച്ചുണ്ണാറുള്ളൂ. എന്നാലും വർഷം മുഴുവനും സന്തോഷം അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ അച്ഛനമ്മമാരൊക്കെ ക്ഷാമകാലത്തേക്ക് കരുതി വെക്കണമെന്നാ അവര് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ക്ഷാമകാലത്തേക്ക് മാത്രമല്ല, പല തലമുറയ്ക്കുള്ളത് നമ്മൾ നേടിവെച്ചത് കണ്ടുകൊണ്ടുള്ള അഭിമാനത്തോടെയാ അവരൊക്കെ മരിച്ചത്. പക്ഷെ നമ്മളൊരാജി, നമ്മൾ എന്തു നേടി? നമ്മുടെ പണത്തിന് വിലയില്ല, നമ്മുടെ അധ്വാനത്തിന് വിലയില്ല, നമ്മൾ പാഴാക്കിയ വർഷങ്ങൾക്ക് വിലയില്ല, നമ്മുടെ കണ്ണീരിനും നെടുവീർപ്പിനും ഒന്നും ഒരു വിലയുമില്ല. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട ഇതൊക്കെ സമ്പാദിച്ചെന്ന് പറഞ്ഞ മക്കള് നമ്മളോട് ചോദിക്കും, അച്ഛനോടാരാ കഷ്ടപ്പെടാൻ പറഞ്ഞ? ഇപ്പൊ നമ്മുടെ മകൻ പറഞ്ഞില്ലേ, മൈ ലൈഫ് മൈ റൂൾസ്. അതാണ് അവരുടെ മുദ്രാവാക്യം. അവരുടെ ജീവനും ജീവിതവും ഉണ്ടാക്കി കൊടുത്തത് ആരാണെന്ന് അവർക്ക് അറിയേ വേണ്ട. അവർക്ക് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കണം. ത്യാഗവും സ്നേഹവും ഒന്നുമല്ല, സ്വാർത്ഥതയാ ആ ജീവിതത്തിന്റെ അർത്ഥം. അതൊക്കെ കാണുമ്പോൾ മനസ്സിലൊരു നീറ്റലും പിടച്ചിലും ഒക്കെ ഉണ്ടാവും. അത് മൂടിവെക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു വിഡ്ഢിയായിട്ട് അങ്ങ് അഭിനയിക്കും, വേറെന്താ ചെയ്യാ? അതിനും കൂടി കൊള്ളില്ലെന്നാ എന്റെ മോൻ പറയുന്നത്. നീ കേട്ടോ? ഞാൻ പറഞ്ഞത് വല്ലതും താൻ കേട്ടോ? എന്ത് ഉറക്കമാടോ ഇത്? രാജി എന്ന് വിളിച്ച് രാജിയുടെ കയ്യിൽ തട്ടുകയാ സത്യം. രാജിയുടെ അനക്കമൊന്നുമില്ലാഞ്ഞ് സത്യയിട്ട് നോക്കുമ്പോഴാണ് രാജി ബോധമറ്റു കിടക്കുന്നത് കാണുന്നത്. രാജി എന്ന് ഞെട്ടലോടെ വിളിച്ച് ആസിഫിനെ വിളിക്കുന്നുണ്ട് സത്യേട്ടൻ. പിന്നീട് അദ്ദേഹം നോക്കുമ്പോഴാണ് നിലത്ത് വീണ് കിടക്കുന്ന സ്ലീപ്പിംഗ് ബിൽസിന്റെ പോർട്ടിൽ കാണുന്നത്. ആകെ ഷോക്കായി പോയ കാവേരിയും നിവിനോടായി പറയുന്നുണ്ട്, ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല നിവിൻ കൊടുത്ത സാരി യമുനയ്ക്കുള്ള ഗിഫ്റ്റ് തന്നെയാണെന്നാ ഞാൻ കരുതിയത്. അല്ല എന്ന് അവളും പറഞ്ഞിട്ടില്ല. യമുനയോടൊരു ഇഷ്ടമുണ്ടോന്ന് എനിക്കപ്പോ സംശയം തോന്നിയിരുന്നു. അവളുടെ അപ്പോഴത്തെ പെരുമാറ്റവും അങ്ങനെയായിരുന്നു എന്നവൻ പറയുന്നത് കേൾക്കെ വിശ്വസിക്കാനാവാതെ നിൽക്കുക നിവിനും. രാഗിണിയുമായിട്ടുള്ള നിവിന്റെ കല്യാണം തീരുമാനിച്ചപ്പോ എനിക്ക് തോന്നിയത് യമുന നിവിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവുമെന്നാ. കാരണം നിവിൻ എനിക്കറിയാം, യു ആർ എ വെരി ഗുഡ് ഫ്രണ്ട്. നിവിന് യമുനയോട് ഒരു അനിയത്തിയോടുള്ള വാത്സല്യം തോന്നിയിരിക്കാം. അത് അവള് തെറ്റിദ്ധരിച്ചതാണെന്നാ ഞാൻ കരുതിയത്. അവളുടെ പ്രായം അതല്ലേ എനിക്കെന്ന് കരുതി നിവിൻ പറഞ്ഞയക്കുന്ന മെസ്സേജസ് അത് അവളുടേതായ രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ടാവും. അങ്ങനൊരു സ്വപ്നലോകത്തിലായിരിക്കും അവള് ജീവിച്ചത് തന്നെ എന്ന് കാവേരി പറയേ. പക്ഷേ അത് യഥാർത്ഥമല്ലല്ലോ കാവേരി. യഥാർത്ഥമായിട്ടുള്ളത് നമ്മളല്ലേ, നമ്മുടെ പ്രണയമല്ലേ എന്നവൻ സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ പ്രണയമോ? അതിന് നിവിൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്നെ പ്രണയിക്കുന്നു എന്ന് കാവേരിയും ചോദിക്കുന്നുണ്ട്. അത് കാവേരി തന്നെ മനസ്സിലാക്കുമെന്ന് കരുതിയാ എന്ന് നിവിൻ പറയേ. ഇതിനു മുമ്പ് നമ്മൾ ഈ വിഷയം സംസാരിച്ചത് നിവിൻ ഓർമ്മയുണ്ടോ? നമ്മളെ പറ്റിയല്ല, പൊതുവായി ഗംഗേച്ചിയുടെ കല്യാണത്തിന്റെ അന്നായിരുന്നു അത് എന്നവൾ പറയേ. നിവിൻ അക്കാര്യം ഓർത്തെടുക്കുക. അന്ന് ഡ്രൈവ് ചെയ്യുകയായിരുന്ന നിവിൻ കാവേരിയോട് ചോദിക്കുന്നുണ്ട്, അപ്പോ കാവേരിയുടെ കാഴ്ചപ്പാടിൽ ഒരാണിന് ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നിയാൽ എത്രയും വേഗം അത് തുറന്നു പറയുന്നതാണ് നല്ലത് അല്ലേ എന്നവൻ ചോദിക്കുന്നതും സംശയം എന്താ? കുറഞ്ഞപക്ഷം ആളുടെ പ്രതികരണം എന്താണെന്നെങ്കിലും അറിയാലോ. നിവിൻ എന്നോട് വർഷങ്ങളായിട്ട് കടുത്ത പ്രേമം, അക്കാര്യം ഞാൻ ഒഴികെ നിവിന്റെ എല്ലാ കൂട്ടുകാർക്കും അറിയാമെന്ന് വെക്കും. നിവിന്റെ കാഴ്ചപ്പാടിൽ ഒരുപാട് സ്നേഹവും ഇഷ്ടവും പ്രേമവും ഒക്കെ എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ എനിക്കത് കിട്ടിയിട്ടില്ല, ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് കിട്ടാത്തൊരു സാധനം, പ്രത്യേകിച്ചും മറ്റാരിൽ നിന്നും കിട്ടാത്ത അപൂർവമായൊരു സംഗതി തിരിച്ചു ചോദിച്ചാ ഞാൻ എങ്ങനെ മടക്കി തരും എന്നവൾ ചോദിച്ചതോർത്ത് അവനിക്ക് കാവേരി വീണ്ടും പറയുന്നുണ്ട്, നിവിൻ അന്ന് ഏതോ ഒരു പെൺകുട്ടിയോട് ഇഷ്ടമുണ്ടെന്ന് തുറന്നു പറയട്ടെ എന്നും എന്നോട് ചോദിച്ചത് ഓർമ്മയുണ്ടോ എന്നവൾ ചോദിക്കേ. ആ പെൺകുട്ടി കാവേരിയായിരുന്നു എന്നവനും വിഷമത്തോടെ പറയുന്നുണ്ട്. എനിക്ക് അറിയില്ലല്ലോ നിവിൻ, എന്റെ മനസ്സിൽ അപ്പം മുതൽ നിവിൻ ഒരു കാമുകിയുണ്ടെന്ന് കാവേരി. പക്ഷെ കാവേരിക്കെങ്കിലും മനസ്സിലാക്കാമായിരുന്നില്ലേ അടുത്തു നിന്നൊരു ഹൃദയം കാവേരിക്ക് വേണ്ടി മാത്രം തുടിക്കുന്നത്. അമ്മ വീട്ടിൽ വന്നു പോയതിനു ശേഷം കാവേരി എന്നോട് അകൽച്ച കാണിച്ചില്ലേ? പഴയതുപോലെ സംസാരിക്കാനും അടുപ്പം കാണിക്കാനും ഒക്കെ ഞാൻ കെഞ്ചിയെ തോർക്കുന്നില്ലേ? അപ്പോഴെങ്കിലും മനസ്സിലാക്കാമായിരുന്നില്ലേ എന്നെ എന്ന് നിവിൻ ചോദിക്കേ. അപ്പോഴും നമ്മൾ എന്താ നിവിൻ സംസാരിച്ചത്? പഴയതുപോലെ അടുപ്പം കാണിക്കണമെന്നും സംസാരിക്കണമെന്നും ഒക്കെയല്ലേ? കാമുകന്മാർക്ക് മാത്രമേ ഉള്ളൂ ഇതൊക്കെ എന്നവൾ ചോദിക്കേ. നിവിനും അതെല്ലാം വിട്ടേക്ക് കാവേരി, ഇപ്പോ ഈ നിമിഷം ഞാൻ ചോദിക്കുക, യെസ് ഓർ നോ എന്നവൻ കണ്ണു നിറഞ്ഞു ചോദിക്കുക. യെസ് നിവിൻ എന്ന് കാവേരിയുടെ മറുപടികൾക്ക് അവൻ സന്തോഷത്തോടെ ചിരിക്കുക. കാവേരി എന്നവൻ സന്തോഷത്തോടെ വിളിക്കേ. നമ്മുടെ പഴയ ബന്ധം അത് ലോകത്തിന്റെ ഏതു കോണിലായാലും തുടരണമെന്ന എന്റെ യെസ് എന്നവൾ പറയുന്നവൾക്ക് കാവേരി എന്ന് നിരാശയോടെ അവനും വിളിക്കുക. പ്രണയിക്കാൻ 1000 പേരെ കിട്ടും നിവിൻ, പക്ഷേ ഒരു യഥാർത്ഥ ഫ്രണ്ട്, ഒരു ലാഭത്തിനോ നേട്ടത്തിനോ വേണ്ടിയല്ലാതെ നമ്മളെ കേൾക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ഒരാള്, നമുക്ക് സന്തോഷമുണ്ടാകുമ്പോൾ നമ്മളെ ഒപ്പം ചിരിക്കുന്ന,
സങ്കടപ്പെടുമ്പോ സാന്ത്വനമായി ഞാനുണ്ട് കൂടെ എന്നൊരു വാക്ക് പറഞ്ഞ് ഹൃദയം കൊണ്ട് ചേർത്ത് പിടിക്കുന്ന ഒരു ഫ്രണ്ട്, അത് 1000-ൽ ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് അതാണ് നിവിൻ. പ്രേമം എന്ന സ്വാർത്ഥത കൊണ്ട് നമ്മൾ പിരിയുന്ന അവസാന നിമിഷം ആ ചിത്രം ഇനി വൃത്തികേടാക്കണ്ട എന്ന് കവരി പറഞ്ഞു നിർത്തുമ്പോഴേക്കും നിവിന് ആസിഫിന്റെ കോൾ വരിക. എടാ നിവിനെ, പെട്ടെന്ന് നീ പുഷ്പവാടിയിലെ ഹോസ്പിറ്റലിലോട്ട് വാ എന്ന് ആസിഫ് പറയേ. എന്താടാ എന്ന് ടെൻഷനോടെ നിവിനും ചോദിക്കുക. എടാ, ആന്റി സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചു, വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല, നീ പെട്ടെന്ന് വാ എന്ന് ആസിഫ് പറയുന്ന കേൾക്കെ നിവിൻ പെട്ടെന്ന് തന്റെ വണ്ടി എടുത്ത് പോവുകയും അവിടെ ഐസുവിന് പുറത്തെ ചേറിലിരിക്കുകയാണ് പ്രവീണ. അപ്പോഴാണ് നിവിൻ അങ്ങോട്ട് ഓടി വന്ന് ആന്റി അമ്മ എവിടെയെന്ന് ചോദിക്കുന്നത്. അവർ ഐസുവിന്റെ ഡോറിലേക്ക് നോക്കുമ്പോഴേക്കും നിവിൻ അങ്ങോട്ട് ഓടി ചെന്ന് ഡോർ തുറക്കാൻ തുടങ്ങുമ്പോഴാണ് ഡാ എന്നുള്ള സത്യന്റെ വിളി കേൾക്കുന്നത്. അവൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അവന്റെ അരികിലേക്ക് എത്തുകയാ സത്യനും. അച്ഛ എന്നവൻ വിളിക്കേ. അച്ഛനോ? ആരാടാ നിന്റെ അച്ഛൻ? നന്ദി കെട്ട നായ എന്ന് പറഞ്ഞ് അവന്റെ കരണത്തടിക്കുകയാണ് സത്യൻ. സത്യൻ അവനെ തല്ലി ചതയ്ക്കുമ്പോഴേക്കും അത് കണ്ടുകൊണ്ട് ജയപാലനും അങ്ങോട്ട് ഓടി വരികയാണ്. എന്തിനാടാ നീ വന്നേ? എന്തിനാ നീ വന്നേ? ഞങ്ങളുടെ ശവം കാണാനോ? പറയടാ. എടാ പറയാൻ എന്നവന്റെ കോളറിനിട്ട് പിടിച്ച് സത്യൻ ഉച്ചത്തിൽ വിളിച്ചു പറയുക. ജയപാലൻ അങ്ങോട്ട് ഓടി വന്ന് അവരെ പിടിച്ചു മാറ്റി അളിയ ഹോസ്പിറ്റലിലാണ്, ഒന്ന് ചുമ്മാതിരിക്കും എന്ന് പറയുമ്പോഴേക്കും ഇവനുണ്ടല്ലോ, ഇവൻ അമ്മയുടെ ജീവൻ എടുക്കാൻ വന്നവൻ എന്ന് സത്യം വിളിച്ചു പറയുമ്പോഴേക്കും ഐസിയുവിൽ നിന്നും നഴ്സ് ഇറങ്ങി വന്ന് എന്താ ഇവിടെ ഒരു ബഹളം എന്ന് ചോദിക്കേ. ഒന്നുമില്ല സിസ്റ്റർ, രാജിയുടെ അകത്ത് കിടക്കുന്ന പേഷ്യന്റിന്റെ മോൻ. അവൻ ഇപ്പോഴേ ഇങ്ങോട്ട് വന്നത്, അവൻ ഇപ്പോഴാ വിവരമൊക്കെ അറിഞ്ഞത്, അതുകൊണ്ടാ സോറി എന്ന് ജയപാലൻ പറയുമ്പോഴേക്കും നഴ്സ് വീണ്ടും അകത്ത് കയറി പോകുക. അളിയ, എന്ത് വിവരക്കേടാ ഈ കാണിക്കുന്നേ? ഇതൊരു ഹോസ്പിറ്റലല്ലേ? ഇതൊക്കെ ബഹളം വെച്ച് നാട്ടുകാരെ അറിയിക്കണം, നാണക്കേടല്ലയോ എന്ന് ജയപാലൻ ചോദിക്കുന്നുണ്ട്. സത്യനും ദേഷ്യത്തോടെ ഇനി എന്ത് നാണം കെടാൻ അളിയ? നാണം കെട്ടില്ലേ? നാണം കെട്ട് നാറിയില്ലേ? ഇവനെ പോലുള്ള നന്ദി കെട്ടവനെ വളർത്തി വലുതാക്കിയതിന്റെ പ്രതിഫലം എന്ന് വീണ്ടും വിളിച്ചു പറയേ. എന്റെ പൊന്നളിയ, അളിയനൊന്ന് ചുമ്മാതിരിക്കെ, അടങ്ങ് എന്ന് ജയപാലനും പറയുകയാ. അത് കേട്ട് പ്രവീണയും ജയപാലനൊന്ന് ചുമ്മാതിരിക്കെ, ഇവനോട് ചോദിക്കേണ്ട 2 ചോദ്യം ഡോക്ടർ എന്താ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടല്ലോ, ഒരു 10 മിനിറ്റ് കൂടി താമസിച്ചിരുന്നെങ്കിലേ ആളെ കിട്ടില്ലായിരുന്നു എന്ന് പ്രവീണാന്റെ പറയുന്നവൾക്ക് നിവിനും ആകെ ഷോക്കായി നിൽക്കുക. സത്യനും അവന്റെ അരികിലേക്ക് ചെന്ന് എന്റെ രാജിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിലുണ്ടല്ലോ ഈ ഞാനും ഉണ്ടാവില്ലായിരുന്നു. അവൾക്ക് എന്തെങ്കിലും പറ്റിയിട്ട് പിന്നെ ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നേ? നീ ഒരിക്കൽ പറഞ്ഞില്ലേ നിനക്ക് മനസ്സും ഹൃദയവും ഒക്കെ ഉണ്ടെന്ന്. നിനക്ക് മാത്രമല്ലടാ, നിന്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അത് ഉണ്ടടാ. ഞങ്ങളും പ്രേമിച്ച് കല്യാണം കഴിച്ചവരാടാ. ആ ബന്ധത്തിലൊന്നും ആരുടെയും കണ്ണിലെ ചോരയും കണ്ണീരുമൊന്നും കലർന്നിട്ടില്ലടാ. എന്നിട്ടും ആ ബന്ധത്തിലുണ്ടായ നീ എന്തിനാടാ ഞങ്ങളുടെ ജീവൻ എടുക്കാൻ നടക്കുന്നത് എന്നച്ഛൻ ചോദിക്കുന്നവർക്ക് സങ്കടത്തോടെ അച്ഛനെ നോക്കി നിൽക്കുന്ന നിവിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അരവിന്ദനെ ചതിച്ച് തോട്ടം കൈക്കലാക്കിയ ജയപാലിനെതിരെയുള്ള തെളിവുകളുമായി കാവേരിയും കൂട്ടരും നിവിന്റെ വിവാഹ മണ്ഡപത്തിലേക്ക് കയറി ചെല്ലുന്നതും ശിവരാമനെയും ബാങ്ക് മാനേജരെയും ഹാജരാക്കി തെളിവുകൾ നിരത്തുമ്പോൾ താൻ തന്നെയാണ് അരവിന്ദനെ കൊന്നതെന്ന് ജയപാലൻ വിളിച്ചു പോകുന്നതും ശാരദയും മക്കളും സ്നേഹതീരം വിട്ട് തിരുവനന്തപുരത്തേക്ക് യാത്രയാകുന്നതുമെല്ലാമാണ് അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.